അയ്യോ ഇവിടെ മുഴുവൻ ചാടുവാണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ ഒരു ലെമൺ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ലെമൺ ജ്യൂസ് ആവശ്യമുണ്ട്. അപ്പോൾ അത് എടുക്കുന്നതിന് മുന്നേ ഗ്രേറ്റ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് നല്ലതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ആ വൈറ്റ് സ്കിന്ന് വരാതെ എടുക്കണേ, അതുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് 1 ടീസ്പൂൺ മാറ്റി വെച്ചു. പിന്നെ പാല് 1 ലിറ്ററാണ് ഞാൻ തിളപ്പിച്ച് ചീസിന് വേണ്ടിയിട്ട് ആക്കാൻ വേണം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇത് ഒഴിക്കണം കേട്ടോ, അതല്ലെങ്കിൽ അത് ഹാർഡായി പോവും. നല്ല തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് അതിനെ പിരിച്ചെടുത്തു. അത് നന്നായിട്ട് ഒരു അരിപ്പയിൽ വെച്ച് സ്ട്രെയിൻ ചെയ്ത് അതെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുന്നത്, നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ്. കാരണം അതിലെന്തെങ്കിലും പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ ലെമണിൻ്റെ ആ പുളി ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ബേസിന് വേണ്ടിയിട്ടുള്ള ഞാൻ ബിസ്ക്കറ്റാണ് കേട്ടോ, നമുക്കിഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് ഇത് കുറച്ച് ഒരു എന്താ പറയുക ബ്രിസ്കോഫ് എന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റാണ് കേട്ടോ, ബിസ്കോഫ്. അത് ഒത്തിരി മധുരമുള്ള സാധനമാണ്, പക്ഷേ അത്ര മധുരം ഇഷ്ടമല്ല, എനിക്ക് അത്ര വേണ്ടായിരുന്നെന്ന് തോന്നി. പിന്നെ അപ്പോൾ ആവശ്യത്തിനുള്ള ബിസ്ക്കറ്റ് ഞാനൊരു 10-20 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മെൽറ്റഡ് ഇതാണ് കേട്ടോ, നമ്മുടെ ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഞെങ്ങിയിരിക്കണ ഭാഗത്തിന്, അത് മുണ്ടയൊക്കെ പിടിക്കില്ല അതുപോലത്തെ ആ ഒരു ഇതിന് ഇതാക്കി എടുക്കണം, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും. കണ്ടോ, ഈ ഒരു ഇതിൽ നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ തേച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ നിങ്ങൾ പാത്രം, ഞാനിവിടെ കേക്കിൻ്റെ നമ്മൾ ആ സ്പ്രിങ് ഇത് ചെയ്യണ ടൈപ്പ് പാത്രമല്ലേ, ആ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തത്, കേക്ക് ടിന്ന് തന്നെ. പക്ഷേ ഇതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാവും. കാരണം നമുക്ക് എടുത്ത് അത് സ്പ്രിങ് താഴ്ത്തിയിട്ട് താഴോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് അങ്ങനെ കിട്ടുമല്ലോ. അതല്ല എങ്കിൽ സാധാരണ ഒരു പാത്രത്തിലേക്ക് എന്തെങ്കിലും പേപ്പർ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് ചെയ്താലും മതിയാവും, ബട്ടർ പേപ്പർ ഏതെങ്കിലും. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മുടെ ബിസ്ക്കറ്റ് പൗഡർ എടുത്ത് നല്ലതായിട്ട് സെറ്റ് ചെയ്യുവാണ് കേട്ടോ, അതിൻ്റെ ബേസ് സെറ്റ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് നമ്മൾ ഒരു പാത്രം വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ചെയ്ത് റെഡിയാക്കുക. ഇനി നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുവാണ് ബാക്കിത്തെ സാധനങ്ങൾ റെഡിയാക്കുന്നവരത്തേക്കിന്. അപ്പോൾ അതാ നമ്മുടെ എന്താ പറയുക ചീസിന് വേണ്ടിയിട്ട്, ക്രീം ചീസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് റെഡിയാക്കാൻ പോകും. അതിലേക്ക് കുറച്ച് ഷുഗർ, നമുക്ക് ഇഷ്ടമുള്ളത്ര ഷുഗർ നമ്മൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്തത്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഡബിൾ ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഏതെങ്കിലും നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് വനില, ഒരു 3-4 ഡ്രോപ്പ് വനില എസൻസും ഇട്ടിട്ട് നന്നായിട്ടത് അരച്ചെടുത്തു, അവിടെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ മലയാളി കടയിൽ നിന്ന് വാങ്ങിച്ചത് ബനാനയാണ്, അല്ല മാംഗോയാണ്, നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അതൊരു പാനിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം, വേവിച്ചിട്ട്, എന്നാലാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതിന് ആവശ്യമായിട്ട് ഷുഗർ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു സ്പൂൺ നാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും 1 പിഞ്ച് സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ട് അതിനെ നല്ല പാകത്തിന് വേവിച്ചിങ്ങനെ കുറുക്കി എടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ്, ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് അതൊന്ന് ആറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അത് ആറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചീസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് അതിലേക്ക് ആഡ് ചെയ്യുക. മൊത്തം ആഡ് ചെയ്യരുത്, കുറച്ച് നമുക്ക് ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വേണം. അപ്പോൾ നമുക്ക് ഒരു 3/4 ഭാഗം ആഡ് ചെയ്തിട്ട് 1/4 ഭാഗം വെക്കാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം 1 കപ്പ് ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നു നമ്മുടെ ലെമണിൻ്റെ പീല്, ആ ലെമണിൻ്റെ പീലും കൂടിയിട്ട് നമ്മളിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ അടുത്ത് ജലാറ്റിനാണ്. ജലാറ്റിൻ 2 ടീസ്പൂൺ ജലാറ്റിൻ എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അതിൻ്റെ ആ ലംസ് എല്ലാം നല്ലതായിട്ടിത് മെൽറ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെറ്റ് ആവത്തില്ല. പിന്നെ അതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വനില എസൻസും കൂടി ചേർത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സറിലേക്ക് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്കിൻ്റെ ബേസ് ഫ്രീസറിൽ നിന്ന് എടുക്കുക, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
കണ്ടില്ലേ. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രീസറിലേക്ക് എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയിരിക്കണ നമ്മുടെ മാംഗോയിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഷുഗറും പിന്നെ ഒരു സ്പൂൺ ഷുഗറും മറ്റെന്തുട്ട ലെമൺ ജ്യൂസും ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഞാനൊരു കപ്പിന് അടുപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. ഇത് എനിക്കത് കുറച്ചും കൂടെ കുറുക്കായിരുന്നെന്ന് എനിക്ക് പിന്നെ തോന്നിയായിരുന്നു. പിന്നെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും അതിനടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആറാൻ നിൽക്കല്ലേ, അതിൻ്റെ അതിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ ജലാറ്റിനിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ചെറിയ ചൂടോട് തന്നെയാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള മിക്സിലേക്ക് ഈ ഒരു ടോപ്പിങ്സ് ഒഴിച്ച് കൊടുക്കണം. അതിങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ സ്പൂണിൻ്റെ മേലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ശരിക്കും അതല്ലാതെ ഇത് കുറച്ചും കൂടെ ഇത് കട്ടിയായില്ലെങ്കിൽ കൂടിയും നമ്മൾ ശരിക്കും ഓവർനൈറ്റ് ഇത് വെക്കണമായിരുന്നു ഫ്രിഡ്ജിൽ. ഫ്രീസറിലാണെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. ഞാനൊരു 5 മണിക്കൂർ ആവണതിന് മുമ്പ് എടുത്ത് അത് മുറിച്ചു. കാരണം നൈസ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചീസ് കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആക്രാന്തം മൂത്ത് ഞങ്ങൾ ഇതെടുത്ത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഈ സാധനം സ്പ്രിങ് താഴോട്ടാക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ മേലത്തെ ലെയർ ഫുള്ള് താഴോട്ട് ചാടിപ്പോന്നു. അതാണ് പറ്റിയത്. അപ്പോൾ നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കണം ഒരു ഓവർനൈറ്റ് എങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ അതെടുത്തൊരു ഫ്രീസറിൽ വെച്ചൊരു എക്സ്ട്രാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ചെയ്യുവാണെങ്കിൽ അത് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നേ. എനിക്കിഷ്ടമായി. ആ ബിസ്ക്കറ്റ് നല്ല മധുരം അല്ലേ? എന്നാ വായിലേക്ക് വെക്കണതിന് മുമ്പ് ഇങ്ങനെ കുമ്മ് കാണിക്കണേ. കഴിച്ചല്ലേ ഈ സാധനം ബിസ്ക്കറ്റ് എനിക്ക് ഈ ബിസ്ക്കറ്റിന്റെ മധുരമുള്ള ബിസ്ക്കറ്റാണ്. എനിക്കങ്ങനെ ഗുഡ് അങ്ങനത്തെ ടൈപ്പ് ബിസ്ക്കറ്റാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാംഗോ ചീസ്. ഇനി എനിക്ക് ബ്ലൂബെറി ചീസ് കേക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കണം. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഫുള്ള് കഴിച്ച് തീർത്തു. അന്നത്തെ ദിവസം തന്നെ പകുതിക്ക് മേലെ കഴിച്ച് തീർത്തായിരുന്നു. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി, അവന്മാർക്കും ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ.